വാക്സിനൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ആൾക്കാരുടെ ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. എന്ന് വെച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ് പൂർണ്ണമായിട്ടും കൂട്ടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. പ്രായം മുമ്പോട്ട് പോയതുകൊണ്ട് തന്നെ അസുഖങ്ങളും ഇപ്പോൾ കൂടുതലുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടുതലുണ്ട്. ആ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? രോഗം വന്ന് നമ്മുടെ വണ്ടി മുമ്പോട്ട് പോയാലെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറുടെ മുമ്പിൽ പോകുന്നത്, അല്ലേ? അതിനു മുമ്പ് ആരെങ്കിലും പോയി ഡോക്ടറെ ഒരു കുഴപ്പമില്ല ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് എത്ര പേര് ഒരു ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരു ഡോക്ടറുടെ ചോദ്യം എന്താണ് അസുഖം? കാരണം അസുഖമില്ലാത്തവർ അങ്ങോട്ട് വരാറുമില്ല. ഒരു ഡോക്ടർക്ക് അല്ലാത്തവരെ നോക്കാൻ ഇവിടെ സമയമില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തെ രാജ്യത്തൊക്കെ ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട്. ചെറുപ്രായത്തിൽ മുതൽ എല്ലാവരും അവർ ഫാമിലി ഡോക്ടറുടെ നിർദ്ദേശത്തിലാണ് ജീവിക്കുന്നത്. അവർ പറയുന്ന ഫുഡ് കറക്ഷനും അവർ പറയുന്ന സപ്ലിമെൻറ്റും കഴിച്ചിട്ടാണ് ജീവിക്കുക. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ ഒരു ഫാമിലി ഡോക്ടറുണ്ട്. ആ ഫാമിലി ഡോക്ടറുടെ ഗൈഡൻസിലാണ് മിക്കവാറും ആൾക്കാരെല്ലാവരും ഫുഡ് കഴിക്കുന്നതും അവർക്ക് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ഡോക്ടറാണ്. ഒരു നാളെ ഒരു ആവശ്യം വന്നാലും ആ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷനിലാണ് അടുത്ത ഹയർ ലെവലിലേക്ക് പോകുന്നത്. അല്ലാതെ ചുമ്മാ നമ്മൾ ലൈറ്റ് ഇട്ട് നേരെ അമൃതയിലേക്ക് പോകത്തില്ല. അങ്ങനത്തെ പരിപാടിയില്ല. അവിടെ അങ്ങനെ എടുക്കത്തുമില്ല. ഓരോ ഗ്രേഡ് ആ ലോക്കൽ ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ നിന്ന് റെഫർ ചെയ്താതെ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇന്നൊരു അസുഖം വന്നാൽ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടണം അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഇന്ന് നേരെ പോയി നമുക്കെന്നാൽ ലേക്ക് ഷോറിലേക്ക് പോകണോ അമൃതയിലേക്ക് പോകണോ നമ്മളിരുന്ന് ആലോചിക്കുന്നത് അവിടെ ആലോചിക്കാനുള്ള സ്കോപ്പില്ല. ഇവർ അടുത്ത സ്ഥലത്തേക്ക് റെഫർ ചെയ്യണം. അടുത്ത സ്ഥലത്തേക്ക് റെഫർ ചെയ്താൽ മാത്രമേ അടുത്ത സ്ഥലത്ത് എടുക്കുകയുള്ളൂ, അല്ല പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട് ഇപ്പോഴത്തെ ഈ മോഡേൺ സയൻസിനും വാക്സിനും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ പറ്റിയിട്ടില്ല.